എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. റംദാന് ഞാൻ കിച്ചൺ ഓർഗനൈസ് ചെയ്ത വീഡിയോ കാണിച്ചപ്പോഴേക്ക് എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് കൂടി നെസ്റ്റേഷ്യയിൽ നിന്ന് വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് കുക്ക് വെയർസ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ പാക്കിംഗ് എടുത്തു പറയേണ്ടതാണ്. ഒരു രീതിയിലും ഡാമേജ് വരാത്ത രീതിയിലുള്ള പാക്കിംഗ് ആണ്. അപ്പോൾ ഇനി ഞാൻ ഓർഡറാക്കിയ ഓരോ പ്രൊഡക്ട്സും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഡെയിലി സെർവ് ചെയ്യാനും മൈക്രോവേവിലും റെഫ്രിജറേറ്ററിലും ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ നെസ്റ്റേഷ്യയുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വെറും ഒരു ഷോപ്പീസിനുള്ളതല്ല, ഉപയോഗിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇപ്പം നെസ്റ്റേഷ്യയുടെ വെബ്സൈറ്റിലോ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നോക്കിയാൽ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസും ഫീച്ചേഴ്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാമേ. ഇപ്പം വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവരുടെ ഉള്ളത്. ഓരോന്നും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നും കേട്ടോ. ബേക്കിങ്ങിനും സെർവിങ്ങിനും പറ്റിയ സെറാമിക്കിൻ്റെ 2 അടങ്ങിയ സെറ്റാണ് ഇത്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ വീട്ടിൽ കറികൾ ഉണ്ടെങ്കിൽ ഇപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ബൗളാണ് ഇത്. വന്നിട്ട് ലോങ് ഓർഗാനിക് വുഡൻ പ്ലേറ്ററാണ്, 18 ഇഞ്ചാണ്. ഇപ്പം നമുക്ക് സ്നാക്സ് ഫ്രൂട്ട്സ് ഒക്കെ സെർവ് ചെയ്യുകയും ചെയ്യാം. കട്ടിംഗ് ബോർഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വുഡൻ ഫിനിഷിങ്ങും നാച്ചുറൽ ആൻഡ് റിച്ച് ലുക്കാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഈ പിങ്ക് സെറാമിക് ലാർജ് സെർവിങ് ബോളിന്റെ സെറ്റാണ്, 2 അടങ്ങിയതാണ്. സെറാമിക് ആണ്, അടിപൊളിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാനൊക്കെ ഒരു ബൗളാണ്. നല്ല കളർഫുൾ അല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ് നെസ്റ്റേഷ്യയുടേതെന്ന്. ഇത് വന്നിട്ട് എയർ ടൈറ്റ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ജാർ വിത്ത് ഫ്ലൂട്ടഡ് ഡിസൈനിലുള്ളതാണ് കേട്ടോ. 1100 ml 4 അടങ്ങിയ സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ലുക്കാണ് അല്ലേ? ഈ ഫ്ലൂട്ടഡ് ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് പരിപ്പ്, കടല, മാക്രോണി ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒന്നാണ്. പിന്നെ നമുക്ക് സെർവിങ്ങിനും ഇത് പറ്റും. വലിയ ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലൊഴിച്ചു വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം മൾട്ടി പർപ്പസ് എന്ന് തന്നെ പറയാം ഈ ഒരു സംഭവം. ടാറോ ലീവ്സ് പ്ലേസ് മാറ്റ് സെറ്റ് ആണ് ഇത്. 6 പീസ് വരുന്നതാണ്. ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു മാറ്റാണ്. അതുപോലെ തന്നെ ക്ലിയർ ഗ്ലാസ് ഓയിൽ ഡിസ്പെൻസറാണിത്, വിത്ത് ലിഡ് ഉണ്ട് കേട്ടോ. അപ്പം 2 അടങ്ങുന്ന സെറ്റാണ്. അപ്പം ഇതിന് ഒരു ക്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഓയിൽ നമുക്ക് ഉപയോഗിച്ച ശേഷം അടച്ചു വയ്ക്കാനും സാധിക്കും. നല്ല അടിപൊളി അല്ലേ? പിന്നെ നമുക്ക് ഏത് തരം ഓയിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഉപയോഗിക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇതിൽ 2 ഡിഫറെൻറ്റ് കളറിലുള്ള മെറ്റൽ ജാർ സെറ്റാണിത്. നല്ല ക്യൂട്ടാണ്, അതുപോലെ തന്നെ നല്ല ലുക്കുമാണിത്. ഇത് തുരുമ്പ് പിടിക്കാത്ത നല്ല മെറ്റലാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലിപ്പം നമ്മളുടെ കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടുമാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. നമുക്കിഷ്ടമുള്ളത് ഇത് ഫില്ല് ചെയ്ത് കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട്. ട്രെൻഡിങ് ഗ്ലാസ് ടംബ്ലറിന്റെ 4 വരുന്ന സെറ്റാണ് ഇത്. 300 ml ആണ്. നല്ല ക്യൂട്ടാണ്. ഇപ്പം നമുക്ക് ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പുഡിങ് ഇതൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലാസ് ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അടിപൊളി അല്ലേ? ഇത് വന്നിട്ട് ഗ്ലാസ് കോഫി ഗ്ലാസ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസും സെർവ് ചെയ്യാം. ശരിക്കും ഷേക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ലെയർ ചെയ്ത് സെർവ് ചെയ്യുമ്പോഴും നല്ല ഭംഗി തന്നെ ആയിരിക്കും. ഞാനിപ്പം ഇതിൽ ക്രാൻബെറി ജ്യൂസാണ് ഒഴിച്ചു വെക്കുന്നത്. എന്തൊരു ഭംഗിയാണ് ശരിക്കും. നമ്മൾ ഈ ജ്യൂസൊക്കെ ഒഴിച്ച് ഇതുപോലെ നമ്മൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോഴേക്ക് ഒരു ഡിഫറെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും.
അടുത്തത് ഗ്ലാസ് എയർ ടൈറ്റ് കുക്കി ജാർ വിത്ത് ലിഡാണ്. 850 ml വരുന്ന 2 എണ്ണത്തിൻ്റെ സെറ്റാണ്. അതാ കണ്ട, ഞാനിപ്പം ഇതിലേക്ക് ഡേറ്റ്സും അതുപോലെ തന്നെ വാൾനട്ടും ആണ് ഇട്ട് വെക്കുന്നത്. ഇപ്പം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കീസ് ഉണ്ടെങ്കിൽ അതിട്ട് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ഫില്ല് ചെയ്ത് വെക്കാം. എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വേറൊന്നും കടക്കത്തുമില്ല, കാണാൻ നല്ല ഭംഗിയുമാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരെണ്ണമാണ് ഇത്. ബോറോസിലിക്കേറ്റിന്റെ ലോങ് ബേക്കിംഗ് ഡിഷ് വിത്ത് ലിഡാണ്. ഇപ്പം 1600 ml ആണ് ഇത് വരുന്നത്. ബേക്ക് ചെയ്യാം, നമുക്ക് ഇതിൽ തന്നെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. പിന്നെ നല്ല ക്വാളിറ്റിയിലുള്ള കണ്ടെയ്നറാണ് ഇത്. ഇതാ കണ്ടോ, നല്ല അടിപൊളി അല്ലേ. ഇതൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കണ്ടെയ്നേഴ്സാണ്. ഗ്രൂവോയുടെ സ്റ്റോറേജ് കണ്ടെയ്നറാണ് ഇത്. 5 എണ്ണം അടങ്ങിയ സെറ്റാണ്. നല്ല ഗ്രീൻ ലിഡാണ് ഇതിന്. മൈക്രോവേവ് സേഫ് ആണ്. ലെഫ്റ്റ് ഓവർ ഫുഡ് നമുക്ക് വെച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇതാ കണ്ടോ, ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ടിഫിനായിട്ട് തന്നെ എടുത്തിട്ട് പോവാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അതേ സെറ്റിൻ്റെ തന്നെ 7 എണ്ണം അടങ്ങിയ സെറ്റാണ് ഇത്. വന്നിട്ട് ഗ്രോവോയുടെ തന്നെ സ്റ്റാക്ക് സെറ്റാണ്. അപ്പം ഇത് നമുക്ക് അടുക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ട 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഈ അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതിൽ വരുന്നത്. ഞാൻ കണ്ടോ എത്ര ടൊമാറ്റോസാണ് ഇതിൽ ഇട്ടിരിക്കുന്നതെന്നുണ്ടോ. ഇനിയും ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അത്ര നല്ല ക്വാണ്ടിറ്റി ഇതിലേക്ക് നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇത് വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണെന്ന് തുറന്ന് നോക്കേണ്ട കാര്യമില്ല, നമുക്കിത് കാണാൻ പറ്റുമല്ലോ. ഇതിന് ഗ്രൂഡ് ബേസ് ആയത് കാരണം നമ്മൾ ഇതിൽ വെക്കുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ആണെങ്കിൽ തന്നെ കൂടുതൽ സമയം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. എനിക്കിത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് വന്നിട്ട് ഗ്രൂവോയുടെ തന്നെ ലൈറ്റ് മൈക്രോവേവ് സേഫ് ഗ്ലാസ് ഫുഡ് കണ്ടെയ്നറാണ്. 6 എണ്ണം അടങ്ങിയ സെറ്റാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഗ്രൂവോ ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് കുറേ സമയം നിൽക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അല്ലെങ്കിൽ ബാക്കി വരുന്ന കറികളായാലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ മൈക്രോവേവിൽ വെച്ച് നമുക്ക് ചൂടാക്കിയ ശേഷം നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന നല്ലൊരു കണ്ടെയ്നേഴ്സാണേ. അടുത്തത് ലിമോണേലയുടെ സെറാമിക് കുക്കിംഗ് പോട്ട് വിത്ത് ലിഡാണ്. 1200 ml-ൻ്റെതാണ്. പുതിയ പ്രൊഡക്റ്റ് എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും അത് അപ്പം തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പം ഞാൻ ഈ പോട്ട് വാഷ് ചെയ്തിട്ടാണ് ഇതാ എടുത്തത്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒന്ന് വഴറ്റിയ ശേഷം ഏത്തപ്പഴം അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് വേകാനായിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് പഴമൊക്കെ വെന്ത് വരുന്നുണ്ട്, അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇപ്പം കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിരിക്കുന്ന ആ ഒരു പോട്ട് മിൽക്ക് പോട്ട് ഗ്ലാസ് ക്രീമറാണ് കേട്ടോ. ഇത് 2 സെറ്റ് വരുന്നതാണ്. അപ്പം ഞാൻ അത് ഒഴിച്ച ശേഷം അടുത്ത് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് സൂപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സെറാമിക് കുക്കിംഗ് പോട്ടാണ്. ഇതിൻ്റെ ലിഡ് വന്നിട്ട് അടിപൊളി കളർ കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പറാണേ. അപ്പം നമ്മളുടെ ഏത്തപ്പഴം സ്റ്റൂ റെഡി ആയപ്പോഴേക്കും ഞാൻ അടച്ച് മാറ്റി വെക്കണേ. ഇത് വന്നിട്ട് ഓൾ പർപ്പസ് സെർവിങ് പോട്ടാണേ. നല്ല അടിപൊളി കളറാണ് ഇതിനുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മിൽക്ക് പോട്ട് ഗ്ലാസ് ക്രീമർ ജഗ്ഗാണ്, അതിലാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ, ഫ്രഷ് മിൽക്ക്. ഗ്ലാസ് ഫ്ലേവറിങ് സോസറാണേ, നല്ല വുഡൻ ഹാൻഡിലാണ്. ഇതൊരു ക്യൂട്ടാണെന്ന് നോക്കിക്കേ. അപ്പം ഞാൻ ഇതിലേക്ക് മിൽക്ക് എടുത്തിട്ട് മിൽക്കും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഫ്രൂട്ട് സാലഡ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിനൊരു ലിഡും ഉണ്ട്. പിന്നെ 2 കളറാണ് ഞാനിപ്പം ഓർഡർ ആക്കിയത്. ഇതാ കണ്ട 2 നല്ല അടിപൊളി കളറല്ലേ. ശരിക്കും ഇങ്ങനെയൊക്കെ കിച്ചണിൽ വെക്കുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് സെറാമിക് ഡിന്നർ സെറ്റാണ്. 6 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ. 10 ഇഞ്ച് വലിപ്പമാണ്. പിന്നെ നമ്മൾക്ക് ഇതിൽ ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ഡിഷസ് ആയാലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിന്നർ സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കിച്ചണിലെ പുതിയ അതിഥികൾ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി.